60-ലേറെ പേർ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി 18-കാരി. 13 വയസ്സ് മുതൽ 5 വർഷക്കാലം പീഡനത്തിനിരയായെന്ന് കായിക താരം കൂടിയായ പെൺകുട്ടി വെളിപ്പെടുത്തി. ഒരു പെൺകുട്ടി ലൈംഗിക പീഡനത്തിന് ഇരയായ സംഭവത്തിൽ ഇത്രയേറെ പ്രതികൾ ഉൾപ്പെടുന്നത് അപൂർവമാണ്. ശിശുക്ഷേമ സമിതിയുടെ കൗൺസിലിംഗിനിടെയാണ് 13 വയസ്സ് മുതൽ പീഡനത്തിനിരയായതായി 18-കാരി വെളിപ്പെടുത്തിയത്. സംഭവത്തിൽ 2 പോക്സോ കേസിലായി 5 പേർ അറസ്റ്റിലായി. പത്തനംതിട്ട ഇലവന്തിട്ട പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. 2019 മുതൽ പീഡനം ആരംഭിച്ചതായാണ് പെൺകുട്ടിയുടെ മൊഴി. ആൺ സുഹൃത്ത് പീഡിപ്പിക്കുകയും പിന്നീട് സുഹൃത്തുക്കൾക്ക് കൈമാറുകയും ചെയ്തതായാണ് പ്രാഥമിക വിവരം. മറ്റൊരു പീഡന കേസിൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന പ്രതിയും ഇക്കൂട്ടത്തിലുണ്ട്. ഇയാളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്ന് അധികൃതർ വ്യക്തമാക്കി. അറസ്റ്റിലായ 5 പ്രതികളെയും റാന്നി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ലൈംഗിക ചൂഷണത്തിനെതിരെ ക്ലാസ്സിൽ നൽകിയ കൗൺസിലിംഗിനിടെയാണ് പെൺകുട്ടി തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവച്ചത്. തുടർന്ന് വിവരം CWCയിലേക്ക് എത്തുകയായിരുന്നു. സൈക്കോളജിസ്റ്റിന്റെ സഹായത്തോടെ പെൺകുട്ടിയുടെ വിശദമായ വിവരങ്ങളും പീഡനം സംബന്ധിച്ച വിവരങ്ങളും ശേഖരിക്കാനായിരുന്നു ആദ്യഘട്ട ശ്രമം. തുടർന്ന് സൈക്കോളജിസ്റ്റ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ CWC പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതിനു പിന്നാലെ പെൺകുട്ടിക്ക് CWC 2 ആഴ്ചയോളം കൗൺസിലിംഗും നൽകി. പീഡന കാലയളവിൽ പെൺകുട്ടിക്ക് ഫോൺ ഉണ്ടായിരുന്നില്ല. എന്നാൽ രാത്രികാലങ്ങളിൽ കുട്ടി പിതാവിന്റെ ഫോൺ ഉപയോഗിച്ചിരുന്നു. പീഡിപ്പിച്ചവരിൽ ചിലർ പെൺകുട്ടിയുടെ പിതാവിന്റെ ഫോണിലേക്കാണ് വിളിച്ചിരുന്നത്. ഇതിൽ 32 ആളുകളുടെ പേരുകൾ ഫോണിൽ സേവ് ചെയ്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. പീഡനം നടന്ന കാലത്ത് പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു. ആ ദൃശ്യങ്ങൾ കണ്ട ചിലരും പെൺകുട്ടിയുമായി അടുപ്പം സ്ഥാപിക്കുകയും പീഡിപ്പിച്ചിരുന്നതായും പെൺകുട്ടിയുടെ മൊഴിയിലുണ്ട്. വിശദമായ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കാണ് അന്വേഷണത്തിന്റെ മേൽനോട്ട ചുമതല.